find the coordinates of the point B. Coordinates of the point B. If the point negative 4 1 divides the line segment joining point A to negative 2 and B in the ratio 3:5. അറിയാമോ ചേ? അറിയാമെങ്കിൽ പോയിന്റ് ഒരെണ്ണം പി ആണ് തന്നിരിക്കുന്നത്. പോയിന്റ് പി 4 - 1 ആണേ. അപ്പോൾ ഒന്നുമില്ല, സംഭവമൊന്നുമില്ല. ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ വരച്ചിട്ട് ഏതാ എ എന്ന് പറയുന്ന പോയിന്റ് 2 - 2 ആണ്. ബി എന്ന് പറയുന്ന പോയിന്റ് എന്താ -4 അല്ല, ബി എന്ന് പറയുന്ന പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലയോ? ബി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എക്സും വൈയും ആയിട്ട് അങ്ങ് എടുക്കാം. ഓക്കെ, പിന്നെ പി ആണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. പി എന്ന് പറയുന്ന പോയിന്റ് എന്താ -4 1. ഓക്കെ, റേഷ്യോ ഏതാ 3:5. നമ്മൾ എന്തോ പഠിച്ചത്? നമ്മൾ 1 പഠിച്ചായിരുന്നു, എന്താ ഇക്വേഷൻ പഠിച്ചായിരുന്നു. അതായത് നടുക്കത്തെ ഇതിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ x2 y2 ആയിട്ട് എടുക്കാം. അങ്ങനെയല്ലേ നമ്മൾ എടുത്തേ ഇല്ലേ? അപ്പോൾ നമുക്ക് ഇത് എക്സും വൈയും ആയിട്ട് എടുക്കാം, ഇത് x1 y1 ആയിട്ട് എടുക്കാം ഇല്ലേ? അത് നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. നമ്മൾ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? m1 x2 പ്ലസ് m2 x1 ഡിവൈഡ് ബൈ എത്ര? m1 പ്ലസ് m2 അല്ലേ? y കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? m1 y2 പ്ലസ് m2 y1 ഡിവൈഡ് ബൈ എന്താ? m1 പ്ലസ് m2 അല്ലേ? ഇവിടെ m1 എന്ന് പറയുന്നത് 3ഉം m2 എന്ന് പറയുന്നത് എത്രയാ? 5 ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, m1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻറ്റു x2 എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാ? x, അത് നമ്മൾ കണ്ടുപിടിക്കണം. പ്ലസ് m2 എന്ന് പറഞ്ഞാൽ എത്രയാ? 5. x1 എന്ന് പറയുമ്പോൾ എത്ര? അത് നമ്മൾ എന്ത് ചെയ്യണം? അല്ല, x1 നമുക്ക് ഉണ്ടല്ലേ, x1 എന്ന് പറയുമ്പോൾ 2 ആണോ? കൃത്യം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കിട്ടിയില്ലെങ്കിൽ തെറ്റിപ്പോകും കേട്ടോ. ഡിവൈഡഡ് ബൈ 3 + 5. എക്സിന്റെ വാല്യൂ നമുക്കറിയാം എത്ര? എക്സിന്റെ വാല്യൂ എത്രയാ? -4. നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച ജനറൽ കൺസെപ്റ്റ് വെച്ച് തന്നെ ചെയ്യുക. ഇതിനെ x1 y1 ആയിട്ട് എടുക്കുക, ഇവനെ x2 y2 ആയിട്ട് തന്നെ എടുക്കുക, ഇവനെ xy ആയിട്ട് എടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത്. ഇതിനെ എക്സും വൈയും ഒക്കെ ആക്കാൻ പോയി കഴിഞ്ഞാൽ ഇക്വേഷൻ തെറ്റിപ്പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. അപ്പോൾ എന്താ ഇവിടെ y എത്ര നമുക്ക് വന്നിരിക്കുന്നത്? y എത്രയാണ്? y1 അല്ലേ? y1 1 = m1. 3 ഇൻറ്റു y2 എത്രയാ? y2 കണ്ടുപിടിക്കണം അല്ലേ? പ്ലസ് m2 5 ഇൻറ്റു y1 എത്രയാ? -2 ഡിവൈഡ് ബൈ എത്രയാ? 3 + 5. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് -4 = 3x + 10 ഡിവൈഡ് ബൈ 8 എന്ന് എടുക്കാം. ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -32 = 3x + 10 എന്ന് എടുക്കാം. ഇവിടെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 × 1 × 8 ഇല്ലേ? = 3y2 പ്ലസ് എത്രയാ? 3y2 - 10 എന്ന് എടുക്കാം. എവിടെ? ഓക്കെ, 3x2. ഓക്കെ, x2. അപ്പം ഇവിടെ നമുക്ക് എങ്ങനെ എടുക്കാം? 8 = 3y2 - 10 എന്ന് എടുക്കാം ഇല്ലേ? 3y2 - 10 എന്ന് എടുക്കാം. അപ്പം 8 = 3y2 - 10 ആണ്. ഇനി ഇവിടെ നിന്ന് x2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 32 - 10 = 3x2. അവിടെ നിന്ന് എന്താണ്
ഇത് ചെയ്യുമ്പോഴത്തേക്ക് -42 ഈസിക്കൽ എത്രയാണ്? -42 ഈസിക്കൽ 3x2. അവിടുന്ന് x2 ഈസിക്കൽ എത്രയാണ്? -42 ഡിവൈഡ് ബൈ 3 എത്രയാണ്? 12 36 14 -14. അപ്പോൾ x2 എന്ന് പറയുന്നത് -14 കിട്ടി. ഇനി ഇവിടെ 8 + 10 ഈസിക്കൽ 3y2 എന്ന് വരുന്നു. അവിടുന്ന് 18 ഈസിക്കൽ 3y2 എന്ന് വരുന്നു. അവിടുന്ന് y2 ഈസിക്കൽ 18 ഡിവൈഡ് ബൈ 3 എന്ന് വരുന്നു 6. y2 ഈസിക്കൽ എത്രയാണ്? 6. അപ്പോൾ നമുക്ക് x1 ഇത് x2 എത്രയാണ്? x2 അതായത് ബിയുടെ കോർഡിനേറ്റ് ഏതാ? ബിയുടെ കോർഡിനേറ്റ് x2 y2 ആയിട്ട് നമ്മൾ എടുത്തത് അല്ലേ? അതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? -14 6 ആയിട്ട് എടുക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓൺലൈനിലുള്ളവർക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. The midpoint ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ആൻസർ. midpoint of the line segment joining A 2A4 and B -2 3B is 1 2A plus 1. Find the value of A and B. Midpoint of line segment joining A യും B യും. അപ്പം അങ്ങനെ വരുമ്പോഴേ അതങ്ങ് വരച്ച് നോക്കുക. ഇത് എയുടെ കോർഡിനേറ്റ് 2A യും 4 ഉം തന്നിട്ടുണ്ട്. ഇത് ബിയുടെ കോർഡിനേറ്റ് -2 ഉം 3B യും തന്നിട്ടുണ്ട്. അതിൻ്റെ മിഡ് പോയിന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാ? അല്ല, മിഡ് പോയിന്റിന്റെ കൃത്യം, അതായത് മിഡ് പോയിന്റ് പി എന്ന് എടുക്കുവാണെങ്കിൽ 1 ഉം 2A + 1 ഉം തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എയുടെയും ബിയുടെയും വാല്യൂ. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ മിഡ് പോയിന്റ് ആണെങ്കിൽ എക്സ് കണ്ടുപിടിക്കും. ഇതിനെ x1 y1 ആയിട്ട് എടുക്കാം, ഇതിനെ x2 y2 ആയിട്ട് എടുക്കാം, ഇതിനെ xy ആയിട്ട് എടുക്കാം. മിഡ് പോയിന്റ് 0 ആണെങ്കിൽ, മിഡ് പോയിന്റ് കൺസെപ്റ്റ് ആണെങ്കിൽ x ഈസിക്കൽ എന്താ? x1 + x2 ഡിവൈഡഡ് ബൈ 2 എന്നും y ഈസിക്കൽ എത്രയാണ്? y1 + y2 ഡിവൈഡ് ബൈ 2 എന്നും എടുത്താൽ മതി ഇല്ലേ? അപ്പോൾ ഇവിടെ എക്സ് ഓൾറെഡി എക്സിൻ്റെ ഭാഗത്ത് 1 കിടപ്പുണ്ട്, ഈസിക്കൽ ടു x1 ഭാഗത്ത് 2A കിടപ്പുണ്ട്, പ്ലസ് x2 ഭാഗത്ത് -2 കിടപ്പുണ്ട്, ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1 ഈസിക്കൽ ടു 2A - 2 ഡിവൈഡ് ബൈ 2 എന്നും ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പം 2 ഈസിക്കൽ ടു 2A - 2 2 ഈസിക്കൽ ടു 2A - 2. ഈ -2 ഇപ്പുറത്ത് വരുമ്പം 2 + 2 ഈസിക്കൽ ടു 2A എന്നും അവിടുന്ന് 4 ഈസിക്കൽ ടു 2A എന്നും A ഈസിക്കൽ ടു 4/2 എന്നും വരും. കട്ട് ചെയ്യുമ്പോൾ 2. A ഈസിക്കൽ ടു 2. സെറ്റാണോ? അടുത്തത് y നമുക്ക് എത്ര വരുന്നത്? y കണ്ടോ 2A + 1 ആണ്. അപ്പോൾ അത് കൊടുക്കുക. 2A + 1 ഈസിക്കൽ ടു y1 എത്രയാണ്? y1 4 അല്ലേ? എഴുതുമ്പോൾ തെറ്റിക്കരുത്. y1 4 ഉം y2 എത്രയാണ്? 3B ആണ്. ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2A + 1 × 2 ഈസിക്കൽ ടു 4 + 3B. ഈ 2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4A + 2 ഈസിക്കൽ ടു 4 + 3B ആണോ? അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ ഇവിടെ 2 ഇട്ടിട്ടുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 × 2 + 2 ഈസിക്കൽ ടു 4 + 3B ആണല്ലോ. അവിടെ നിന്ന് 8 + 2 ഈസിക്കൽ ടു 4 + 3B ആണല്ലോ. അവിടെ നിന്ന് നമുക്ക് 10 ഈസിക്വൽ ടു എന്താണെന്ന് എഴുതാം? 4 + 3B എന്ന് എഴുതാം. ഇതിങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും 10 - 4 ഈസിക്വൽ ടു 3B എന്ന് എഴുതാം. 6 ഈസിക്വൽ ടു 3B എന്ന് എഴുതാം.
ബി ഈസ് ഈക്വൽ ടു 6/3 എന്തെന്ന് എഴുതാം? 2. ബി ഈസ് ഈക്വൽ ടു 2. ഇതാണ് എൻ്റെ ആൻസർ. 4 മാർക്കിൻ്റെ ചോദ്യമാണ്, ചെറുതാക്കി തന്നതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The line segment joining the points A21 and B5-8 is trisected at the points P and Q such that P is nearer to A. കഴിയിട്ടോ? മറ്റേ ആൻസർ ഏതാടാ? 2 3 അല്ല, A into B into A. Nearer to A is P also lies on the line given by 2x minus y plus k is equal to 0. Find the value of k. സോപ്പ് ഇട്ട് കഴിയിട്ട് പാടി അവിടെ തുണികളൊക്കെ നമുക്ക്. Find the value of k. ചെയ്യാൻ അറിയത്തില്ല പറയണേ.
സർ ആൻസർ ഒന്ന് പറയാമോ? ആൻസർ കെയുടെ വാല്യൂ -8. കെയുടെ വാല്യൂ -8 കിട്ടിയോ? കിട്ടി സാർ. ഓക്കെ. നോക്കി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്, നോക്കിക്കോളൂ. ഒരു ലൈൻ സെഗ്മെന്റ് എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് നോക്കിക്കോ. എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റ്. ഓക്കെ. ഈ ട്രൈസെക്റ്റഡ് അറ്റ് പോയിന്റ് ആൻഡ് ക്യൂ. ഇതിനെ 3ആയിട്ട് ഭാഗിച്ചു. പി ആൻഡ് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് വെച്ചു. പി ആൻഡ് ക്യൂ സച്ച് ദാറ്റ് പി ഈസ് നിയറർ ടു എ. കണ്ടോ, പി ഇവിടെ വരയ്ക്കണം, ക്യൂ ഇവിടെയും പി ഇവിടെയും വരയ്ക്കില്ല, കാരണം പി എയുടെ നിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയോ, പി ആൻഡ് പി എയുടെ അടുത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ if p also lies on the line given by, അതായത് പി ഒരു ലൈനിലും കൂടെ നിൽക്കുന്നത് എന്ന് പറയുന്ന അർത്ഥം എന്താ? എങ്ങനെ വരയ്ക്കുന്നത്? ഈ ലൈനിലല്ല, നോക്ക് വേറൊരു ലൈൻ വേണ്ട, ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ വരച്ച് കൺസിഡർ ചെയ്യേണ്ട. ഈ ഒരു ലൈൻ, ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് അവർ തന്നിരിക്കുന്നത്. എത്രയാ? 2x - y + k = 0. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കെ കണ്ടുപിടിക്കണമെങ്കിൽ ഈ എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അത് ഈ രണ്ട് ലൈനിന്റെ എക്സിന്റെ ഈ പോയിന്റിലുള്ള എക്സിന്റെയും വൈയുടെയും വാല്യൂ തന്നെയായിരിക്കും ഈ ലൈനിന്റെ ഈ പോയിന്റിലുള്ള എക്സിന്റെയും വൈയുടെയും വാല്യൂ, ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്തില്ലയോ? അതായത് ഇത് 3 പാർട്ട് ആയതുകൊണ്ട് ഇത് 1 പാർട്ട്, ഇത് 1 പാർട്ട്, ഇത് 1 പാർട്ട്. അപ്പം എനിക്ക് ഈ പോയിന്റിന്റെ XY കോർഡിനേറ്റ് കണ്ടുപിടിച്ച ആൻസർ ആയില്ലയോ? അപ്പോൾ എനിക്കിവിടെ M1നെ എന്തെടുക്കണം? 1ഉം ഇത്രയത്തിനെ M2 ആയിട്ട് എടുക്കുക, അതിനെ 2 ആയിട്ട് എടുക്കുക. ഓക്കെ. എന്നിട്ട് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടോ? എയുടെ കോർഡിനേറ്റ് എത്ര തന്നിട്ടുള്ളത്? എയുടെ കോർഡിനേറ്റ് 2 1, ബിയുടെ കോർഡിനേറ്റ് 5 - 8. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെ x1 y1 ആയിട്ട് എടുക്കുക, ഇതിനെ x2 y2 ആയിട്ട് എടുക്കുക, നമുക്ക് വേണ്ടതിനെ xy ആയിട്ട് എടുക്കുക. അപ്പം ആദ്യത്തേത് എന്താണ്? എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എക്സ് ഈസി കൊണ്ട് എത്രയാ? m1 x2 + m2 x1 / എത്രയാ? m1 + m2. അതിനെ നമുക്ക് m1 എന്ന് പറയുന്നത് 1 ആണ്, x2 എന്ന് പറയുന്നത് 5 ആണ്, m2 എന്ന് പറയുന്നത് 2 ആണ്, x1 എന്ന് പറയുന്നത് 2 ആണ്, ഡിവൈഡഡ് ബൈ 1 + 2. അത് ചെയ്യുമ്പോൾ നമുക്ക് 5 + 4 ഡിവൈഡഡ് ബൈ 2 കിട്ടുന്നു, 9/2 കിട്ടുന്നു. എത്രയാ? 4.5 ആണോ? ഇത് 3 ആണല്ലോ, താഴെ 3 അല്ലേ? 9/3 3 വരും. ഓക്കെ. ഇനി ഇപ്പുറത്ത് y കണ്ടുപിടിക്കുക. എന്താ? y = എത്രയാ? m1 y2 + m2 y1 / എത്രയാ? m1 + m2 ആണല്ലോ. m1 എത്ര ഇവിടെ? 1. y2 എത്ര ഇവിടെ? y2 - 8 പ്ലസ് m2 എത്രയാ? 2. y1 എത്ര ഇവിടെ? 1 ഡിവൈഡഡ് ബൈ 3 ഇല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? -8 + 2 / 3യും അവിടെ നിന്ന് -8 എന്ന് പറഞ്ഞാൽ -6 / 3യും -2 എന്നും വരും. ഓക്കെ. അപ്പോൾ എക്സിന്റെ വാല്യൂ 3യും വൈയുടെ വാല്യൂ -2ഉം ഏത് ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കണം? നമ്മുടെ ഇക്വേഷൻ ഓഫ് ലൈൻ എന്ത് വന്നിരിക്കുന്നത്? 2x - y + k = 0. അപ്പോൾ ഇവിടെ എക്സിന് വരും 2 × -2 -y എക്സ് ആയിരുന്നു അല്ലയോ? ഓക്കെ. 2 × 3 -y എന്ന് പറയുമ്പോൾ -2 അല്ലേ? പ്ലസ് എത്രയാ? k = 0. അപ്പോൾ 6 ഈ മൈനസോട് ചേർന്നിട്ട് എത്ര വരും? 6 + 2 + k = 0. അപ്പോൾ ഇത് 8. അപ്പോൾ k = -8. ഇതായിരിക്കും എൻ്റെ ആൻസർ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കുഞ്ഞുങ്ങളെ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡൗട്ട് ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ സർ. ഓക്കെ. ഇതിനകത്ത് ഏരിയയുടെ നിങ്ങൾക്ക് പഠിക്കാനില്ലല്ലോ. ഇതിനകത്ത് ഏരിയ പഠിക്കാനുണ്ടോ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ബി സി ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി, അങ്ങനത്തെ ടോപ്പിക് ഡിലീറ്റഡ് അല്ലേ? ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Prove the base QR of an equilateral triangle PQR lies on x-axis. The coordinate of point QR -4 0 and the origin is the midpoint of the base. Find the coordinate of the point P and Q. P and Q and P and R. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ പെട്ടെന്ന്. ഏതാ? അല്ല,
4 ആണ് കോർഡിനേറ്റ് ഓഫ് ആർ. സാർ, പറഞ്ഞോ. ആ പോയിന്റ് ക്യൂവിന്റെ കോർഡിനേറ്റ്സ് -4 എന്നാണ് എഴുതിയേക്കുന്നത്. -4. പിയുടെയോ? പിയുടെ കാര്യം കണ്ടുപിടിക്കണം. അതെത്രയാണെന്ന് ചോദിച്ചത്? 0 4√3 അല്ലെങ്കിൽ 0 -4√3 പ്ലസ് ഓർ മൈനസ് ഏത് വന്നാലും കുഴപ്പമില്ല. നോക്കി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ബേസ് ദ ബേസ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ PQR ലൈസ് ഓൺ എക്സ് ആക്സിസ്. അപ്പം ഓക്കെ, ബേസ് നമ്മൾ ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. ഓക്കെ, അപ്പം QR ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ QR എവിടെ ആയിരിക്കുന്നത്? QR എവിടെ ആയിരിക്കുന്നത്? അതായത് ബേസ് ഇരിക്കുന്നത് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ബേസ് ഇരിക്കുന്നത് എക്സ് ആക്സിസിലാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ദ QR അല്ലേ, കോർഡിനേറ്റ് ഓഫ് ക്യൂ എന്ന് പറയുമ്പോൾ ഇത് ക്യൂ കൊടുക്കാം അല്ലയോ, ഇത് ക്യൂ കൊടുക്കാം. ഇത് ക്യൂ എത്രയാ? ക്യൂ എന്ന് പറയുമ്പോൾ -4 0. ഓക്കെ, അതിന് മിഡ് പോയിന്റ് ഒറിജിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? മിഡ് പോയിന്റ് ഒറിജിൻ ആണെങ്കിൽ ഇതപ്പോൾ എത്രയായിരിക്കും? ഇതിന്റെ അറ്റം എത്രയായിരിക്കും? ഇത് എത്രയായിരിക്കും? 4 0 ആയിരിക്കും. ഇത് മിഡ് പോയിന്റ് ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് -4 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയായിരിക്കും? +4 ആയിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ക്യൂ ആണെങ്കിൽ ആറിൻ്റെ അങ്ങനെ കണ്ടുപിടിക്കാം ഇല്ലേ? പിന്നീട് നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ബേസ് ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് P ആൻഡ് R. R കണ്ടുപിടിച്ചു. ഇനി P എന്താ? ഇതാണ് P, ശരിയല്ലേ? ഇതാണ് P. ഈ Pയുടെ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, ഒന്നും ചെയ്യണ്ട. നോക്കിയോ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും എന്താ സെയിം ആയിട്ട് എടുത്താൽ മതി ഇല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഇവിടത്തെ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കുമല്ലോ ഈ ഡിസ്റ്റൻസ്, ഇവിടത്തെ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കുമല്ലോ ഈ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, PQ = PR = QR = ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് QR എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ എത്ര കിട്ടും? നമുക്കറിയാം എന്താ? QR = എന്താ? √of x2 - x1 the whole square പ്ലസ് എത്രയാ? y2 - y1 the whole square ആണോ? അങ്ങനെയാണെങ്കിൽ x2 ഇവിടെ ഏതാ? x2 4 ആണ്. 4 - -4 the whole square പ്ലസ് എത്രയാ? 0 - 0 the whole square ആണോ? അപ്പോൾ എത്ര വരും? 4 + 4ന്റെ റൂട്ട് വരുന്നു. 4 + 4ന്റെ റൂട്ടിന്റെ സ്ക്വയർ, അതായത് സ്ക്വയറിന്റെ റൂട്ട്. അപ്പം എങ്ങനെയുണ്ട്? അപ്പം 8 സ്ക്വയറിന്റെ റൂട്ട് വരുന്നു. അപ്പം സ്ക്വയറും റൂട്ടും കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? QR എന്ന് പറയുന്നത് 8 കിട്ടും. അപ്പോൾ ഇത് 8 കിട്ടിക്കഴിഞ്ഞാൽ ഇതും 8 തന്നെയാണ്, ഇതും 8 തന്നെയാണ്, ആണല്ലോ. ഇനി നമ്മൾ എന്തായിട്ട് എടുക്കാൻ പോവാ? PQ = എന്തായിട്ട് എടുക്കാൻ പോവാ? PR ആയിട്ട് എടുക്കാൻ പോവാ. കുഴപ്പമുണ്ടോ? ഇല്ല.
രണ്ടിനും സ്ക്വയർ ചെയ്യാൻ പോവാണ്. അപ്പം പക്ഷേ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല. ഇവിടെ നമുക്ക് എക്സും വൈയുമായിട്ട് അങ്ങ് എടുക്കാം. കുഴപ്പമുണ്ടോ? ആ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പി ക്യൂവിൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പി ക്യൂവിൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1. x2 പി ക്യൂയുടെ ഡിസ്റ്റൻസ് എന്താ? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എക്സ് മൈനസ് -4 ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ് y മൈനസ് 0 ദി ഹോൾ സ്ക്വയർ. y മൈനസ് 0 ദി ഹോൾ സ്ക്വയർ ആണല്ലോ. ഈസിക്വൽ ടു പി ആറിനെ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? എക്സ് മൈനസ് 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് എത്രയാ? ഏതാ? 8 എന്നിട്ടാലും മതി. 8 എന്നിട്ടാലും മതി. ഈസിക്വൽ ടു 8. 8ൻ്റെ 8 കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എങ്ങനെ ചെയ്യാം? ഇവിടെ എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസിക്വൽ ടു സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എത്ര വരും? റൂട്ട് 8 എന്ന് വരും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ അപ്പോഴും കിട്ടും. എക്സ് സ്ക്വയർ ഒരു സെക്കൻഡ് അല്ല ഒരു സെക്കൻഡ്, ഇത് സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ് ചെയ്താൽ പോരെ. ഇവിടെ നോക്കിക്കോളൂ, ഇത് റൂട്ട് ഇവിടെ സ്ക്വയർ ചെയ്യുന്നു, ഇവിടെ എത്ര വരുന്നു? സ്ക്വയർ ചെയ്യുന്നു. ഇങ്ങനെയല്ലേ വരിക അല്ലേ? അപ്പം സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും റൂട്ട് പോകുന്നു. എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ്കിലോ എത്ര വരുന്നു? 64 ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ വൈ എങ്ങനെയാ വന്നേ? ഇതിന്റെ റൂട്ട് എടുത്താൽ +4 വരത്തില്ലേ? ഏതാ? ഇതിന്റെ റൂട്ട് ഇപ്പുറത്ത് വൈ ഇല്ലേ? അല്ല, ഓൺ ടേക്കിംഗ് റൂട്ട് എന്ന് എടുത്ത് കഴിയുമ്പോൾ x+4 the whole square plus y എന്ന് എടുത്ത് അതിന് ഓൺ മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ്. നിക്ക് സമാനപ്പെടും, പറഞ്ഞുതരാം. നോക്കിയോ, ഇവിടെ എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 64 അല്ലേ? നിങ്ങൾ ഈ പോയിന്റ് നോക്കിയേ. ഈ പോയിന്റിന്റെ ഇത് ഏത് ആക്സിസിലുള്ള പോയിന്റാ? വൈ ആക്സിസ്. വൈ ആക്സിസിലെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? അതായത് ആസ് ദ പോയിന്റ് ഏത് പി ആണോ? ഏത് പോയിന്റ് നമ്മൾ എടുത്തേ? പി. ഈസ് ഓൺ വൈ ആക്സിസ്. ഇറ്റ്സ് എക്സ് കോർഡിനേറ്റ് ബിക്കംസ് എന്തായിരിക്കും? കോർഡിനേറ്റ് എന്തായിരിക്കും? ബിക്കംസ് 0. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തെടുക്കാം? 0 + 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 64 ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 16 പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 64 ആണോ? വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 64 മൈനസ് 16. വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 48. വൈ ഈസ് ഈക്വൽ ടു എത്ര? സ്ക്വയർ റൂട്ട് ഓഫ് 48 ആണോ? സ്ക്വയർ റൂട്ട് ഓഫ് 48 ചെയ്യുമ്പോഴത്തേക്കും വൈ ഈസ് ഈക്വൽ ടു നമുക്ക് 16 ഇൻറ്റു 16 - 32 പറ്റത്തില്ലല്ലോ. 12 4 48 അല്ലേ? 12 4 48 എന്ന് പറയുമ്പോഴത്തേക്കും 12 അതായത് 4 ഇൻറ്റു 3 ഇൻറ്റു 4 അല്ലേ? 3 12 അല്ലേ? 16 ഇൻറ്റു 3 48 എന്ന് എടുക്കത്തില്ലയോ? അങ്ങനെ എടുക്കാം. 16 ഇൻറ്റു 3 എന്ന് എടുക്കാം. 16ൻ്റെ റൂട്ട് 4 ആണ്. 4 √ 3. അപ്പോൾ നമുക്ക് വൈയുടെ കോർഡിനേറ്റ് എന്തായി? ഇനി ഇതോടെ റൂട്ട് ആയതുകൊണ്ടാണ് പ്ലസ് ഓർ മൈനസ് എന്ന് എടുക്കാം കേട്ടോ. ഇങ്ങനെ എടുക്കാം. അപ്പം നമ്മുടെ പിയുടെ കോർഡിനേറ്റ് എന്താ? എക്സ് കോർഡിനേറ്റ് 0യും വൈ കോർഡിനേറ്റ് എന്താ? പ്ലസ് ഓർ മൈനസ് 4 √ 3 എന്ന് എടുക്കാം. ഇതായിരിക്കും എൻ്റെ ആൻസർ. അപ്പോൾ ആ റൂട്ടും സ്ക്വയറും കട്ട് ചെയ്ത് കളയാം. ഇവിടെ അങ്ങനെ ചെയ്ത് കഴിയാൻ പറ്റത്തില്ല. ഇവിടെ ഓൾറെഡി റൂട്ടിനകത്ത് വേറെ ആളുണ്ട് കണ്ടോ. ഇവിടെ റൂട്ടിനകത്ത് ഓൾറെഡി ആരുണ്ട്? ഈ വൈ സ്ക്വയർ കൂടെ ഉണ്ട്. അതുകൊണ്ട് പറ്റത്തില്ല. ഇവൻ മാത്രമേ ഉള്ളായിരുന്നെ പറ്റിയാൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. പെട്ടെന്ന് ചോദിച്ചോളൂ ഫാസ്റ്റ്. സെക്ഷൻ ഫോർമുലയ്ക്ക് റേഷ്യോ എവിടെയാണോ വന്നിട്ടുള്ളത്? അത് ഒരു സൈഡിൻ്റെ അല്ലേ 1:1 എടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റേ സൈഡിനെ നീ എന്ത് വെച്ചിട്ട് കണ്ടുപിടിക്കും? അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഒരു ലൈനിന്റെ കാര്യം കണ്ടുപിടിക്കാനല്ലോ പറഞ്ഞിരിക്കുന്നത്. ഡിഫറൻ്റ് ആയിട്ടുള്ള 3 പോയിന്റിന്റെ കാര്യം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പെട്ടെന്ന് ആയിക്കോട്ടെ. സാറേ ലാസ്റ്റ് ആൻസർ ഒന്നുകൂടെ കാണിക്കാവോ? കാണിക്കാം.
ഓക്കെ ആണോ? എഴുതിയോ മേഘ? യെസ് സർ. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ, ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. For what value of P are the points 2, 1, P minus 1, minus 1, 3 collinear? കൊളിനിയർ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? എല്ലാം ഒരേ ലൈനിലാണ് എന്ന്. ഒരേ ലൈനിലാണ് എന്ത് ചെയ്യണം? ഒരേ ലൈനിലാണെങ്കിൽ എന്താ, അതായത് ഇപ്പം ഒരെണ്ണത്തിന് എ, ഒരെണ്ണത്തിന് ബി, ഒരെണ്ണത്തിന് സി ആയിട്ട് ഇത് മൂന്നും ഒരേ ലൈനിലാണെങ്കിൽ എ ബി പ്ലസ് ബി സി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? എ സി കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും ചിലപ്പം നിങ്ങൾ എടുത്തിരിക്കുന്നത് ചിലപ്പോൾ ബി സി പ്ലസ് എ സി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എ ബി കിട്ടിയാലും അതെന്താ? കൊളിനിയർ. കാരണം നമുക്കറിയത്തില്ലല്ലോ ഏതൊക്കെ പോയിന്റ് എവിടേക്കാണ് നിൽക്കുന്നതെന്ന്. ചിലപ്പോൾ സി നടുക്കായിരിക്കും, ബി ഇപ്പുറത്തായിരിക്കും. മനസ്സിലായോ? അതായത് ഇങ്ങനെ വരുന്ന ക്വസ്റ്റിനകത്ത് എ ബി പ്ലസ് ബി സി, നിങ്ങളിപ്പം ഒരു പോയിന്റ് ഫിക്സ് ചെയ്യുക, ഇത് എയും ഇത് ബിയും ഇത് സിയും ആണ് ഫിക്സ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും കോമ്പിനേഷൻ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കിട്ടണം. അങ്ങനെയാണെങ്കിൽ കാരണം എന്താ, ഇപ്പം ചിലപ്പം ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഇതിനകത്ത് ചിലപ്പോൾ ബി ഈ സൈഡിലും എ ഈ സൈഡിലും സി നടുക്കുമായിരിക്കും. അപ്പോൾ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ തെറ്റാന്ന് വിചാരിച്ച് ചെയ്യല്ലേ. ഇത് ഇങ്ങനെ ഈ മൂന്നും ചെയ്ത് നോക്കണം. അതായത് എ ബി പ്ലസ് ബി സി ചെയ്യുമ്പോൾ എ സി കിട്ടിയാലും, ബി സി പ്ലസ് എ സി ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ എ ബി കിട്ടിയാലും, അല്ലെങ്കിൽ എ സി അല്ലേ എ സി അല്ലല്ല ആഡിങ് ഇത് എങ്ങനെയാലും ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഇത് കിട്ടിയാൽ മതി. കാരണം എന്താടാ, എടാ ഇപ്പം ചിലപ്പം നോക്കിയേ, ഇപ്പം ബി ഇവിടെയും ബി ഇവിടെയും സി ഇവിടെയും സി ഇവിടെയും എ ഇവിടെയും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത്? ബി സി പ്ലസ് എ സി ഈസിക്വൽ ടു എ ബി എന്നല്ലേ കിട്ടേണ്ടത് ഇല്ലേ? അത് തന്നെയല്ലേ അതിൻ്റെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പോയിന്റ് എങ്ങനെയാ, പോയിന്റ് എവിടെയാണെന്ന് നമുക്കറിയാവോ? ഇത് മൂന്ന് പോയിന്റ് എവിടേക്കോ തന്നിരിക്കുന്നത്. നോക്കിയേ, 2, 1, P -1, -3. നമുക്കറിയത്തില്ല ഏത് പോയിന്റാ, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ലാസ്റ്റ് ആണോ എന്ന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെയും ഏതെങ്കിലും രണ്ടെണ്ണം ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടണം? മൂന്നാമത്തെ പോയിന്റ് കിട്ടുന്ന രീതിയിൽ. അടുത്തത് എന്താണ്? അടുത്തത് എയും സിയും അടുത്ത കോമ്പിനേഷൻ എയും അടുത്ത എന്താ? എ ബി പ്ലസ് എ സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ബി സി കിട്ടണം. അങ്ങനെ കിട്ടിയാലും മതി. ഇതിനകത്ത് ഏതെങ്കിലും പ്രൂവ് ചെയ്താലും മതി, എങ്ങനെയാലും കിട്ടിയാൽ മതി. അതെന്തുകൊണ്ടാന്നുള്ള കാര്യം മനസ്സിലായോ? നമുക്കറിയത്തില്ല ഏത് കോർഡിനേറ്റ് ആണ് അറ്റത്തിരിക്കുന്നത്, ഏത് കോർഡിനേറ്റ് ആണ് നടുക്കിരിക്കുന്നത്, ഏത് കോർഡിനേറ്റ് ആണ് സൈഡിലിരിക്കുന്നതെന്ന്. ഏതെങ്കിലും കോമ്പിനേഷൻ വെച്ച് ചെയ്തിട്ട് കിട്ടിയാൽ നമുക്ക് എന്താ അത് എടുക്കാൻ പറ്റും. മനസ്സിലായോ? അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ.
വെട്ടാൻ പറ്റത്തില്ല, അത് എക്സ്പാൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് ചെയ്യണേ. ദേവികൃഷ്ണ കിട്ടിയോ? ദേവികൃഷ്ണ ഇവിടെ ഉണ്ടോ? അങ്ങനെ എടുത്താ ഇല്ല വെട്ടിപ്പോത്തില്ല. ദേവികൃഷ്ണ ഇവിടെ ഉണ്ടോ? അർപ്പിത ഉണ്ടോ? അർപ്പിത ഓക്കെ, കിട്ടിയോ ഇത്? ചെയ്യുക. ഓക്കെ. നമുക്ക് ആ പിയുടെ ഭാഗത്ത് ഒരു നമ്പർ തന്നിരുന്നെങ്കിൽ ഇതെന്ത് ചെയ്യാമായിരുന്നു? പെട്ടെന്ന് കണ്ടുപിടിക്കാമായിരുന്നു അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ട്രിക്കുണ്ട്, ആ ട്രിക്ക് വെച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാം. നോക്കിയോ, ഞാൻ ഏറ്റവും എളുപ്പം വഴിയിൽ കണ്ട ഒരു ഇക്വേഷൻ പറഞ്ഞു തരാം. ഇങ്ങനെ, അതായത് നമ്പർ തരാതെ ഒരു വേരിയബിൾ തന്നിട്ട് നമ്മളോട് പറയാണ് ഇത് കൊളീനിയർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക. അതായത് ഇതിനെ നോക്കി ആദ്യം ഇതിനെ x1 y1 അതെല്ലാം ഒന്ന് എടുത്തേക്കുക. അതായത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം. അതായത് എ എന്ന് എടുത്തിട്ട് 2 എടുക്കുക. അതിൽ ഒരെണ്ണത്തിനെ x1 ആയിട്ടും y1 ആയിട്ടും എടുക്കുക. ഓക്കെ. അടുത്തത് ബി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? കോർഡിനേറ്റ് എത്രയാ? പിയും -1 ആണ്. അതിനെ x2 ആയിട്ടും y2 ആയിട്ടും എടുക്കുക. ഓക്കെ. ഇനി അടുത്തത് സി എന്ന് പറയുന്നതിന് എന്താണ്? -1 3 ആണ്. അതിനെ എന്തായിട്ട് എടുക്കുക? x3 ആയിട്ടും y3 ആയിട്ടും എടുക്കുക. എന്നിട്ട് അതുകൊണ്ട് ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചോണം ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി. ട്രിക്കാണ്, അല്ലെങ്കിൽ വേറെ ഒത്തിരി പാടാണ് ചെയ്യാനായിട്ട്. അപ്പോൾ y1 ഇൻറ്റു x2 മൈനസ് x3 പ്ലസ് y2 ഇൻറ്റു x3 മൈനസ് x1 പ്ലസ് y3 ഇൻറ്റു x1 മൈനസ് x2 ചെയ്യുമ്പോൾ 0 വരും. ഇത് പഠിച്ചു വെച്ചേക്കണം. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു ട്രിക്കാണ്, അല്ലെങ്കിൽ പാടാ. കുറച്ച് മറ്റേ രീതി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. y1 എത്ര? നമ്മുടെ y1 എത്രയാണ്? 1 അല്ലേ? x2 എത്ര? നമ്മുടെ p അല്ലേ? മൈനസ് x3 എത്ര? നമ്മുടെ x3 എന്ന് പറയുമ്പോഴത്തേക്ക് -1 അല്ലേ? അപ്പോൾ -1 പ്ലസ് y2 എത്ര? നമ്മുടെ y2 എത്രയുടെ? -1 അല്ലേ? ഇൻറ്റു x3 എത്ര? നമ്മുടെ എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതാൻ വേണ്ടിയാണ് അത് അങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. x3 എത്രയാണ് ഇവിടെ? x3 എത്രയാ? -1 മൈനസ് x1 എത്രയാണ് ഇവിടെ? നമ്മുടെ x1 എന്ന് പറയുമ്പോഴത്തേക്കും 2 പ്ലസ് y3 എത്രയാ? y3 3 ഇൻറ്റു x1 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 2 മൈനസ് x2 എന്ന് പറയുമ്പോഴത്തേക്കും p ഈസ് ഈക്വൽ ടു 0. ഇവിടെ p+1 എന്നാവുന്നു. പ്ലസ് -1 ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് -1 എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാ? 1 -1 -2 എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാ? പ്ലസ് 2 എന്നാവുന്നു. പ്ലസ് 6 മൈനസ് 3p എന്ന് വരുന്നു ഈസിക്കൽ ടു 0. അപ്പോൾ ഇവിടെ p+1 പ്ലസ് 3 പ്ലസ് 6 മൈനസ് 3p ഈസിക്കൽ ടു 0 എന്ന് വരുന്നു. 5 ആൻസർ. അപ്പം p പ്ലസ് 6 3 9 1 10 p പ്ലസ് 10 മൈനസ് 3p ഈസിക്വൽ ടു എത്ര എന്ന് വരുന്നു? 0 എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് എന്താണ്? p മൈനസ് 2p 3p എന്ന് പറയുമ്പോഴത്തേക്കും -2p പ്ലസ് 10 ഈസിക്വൽ ടു 0 എന്ന് വരുന്നു. -2p ഈസിക്വൽ ടു -10 എന്ന് എഴുതാം. മൈനസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് p ഈസിക്വൽ ടു 10/2 എന്ന് എഴുതാം. p 5.
ഇത് പഠിച്ചു വെച്ചോണം. അതായത് നോർമലി കൊളിനിയർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ എല്ലാത്തിൻ്റെയും നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ AB + BC AC ആണോ അല്ലെ BC + AB AC ആണെന്നോ ഒക്കെ ഏതെങ്കിലും ഒക്കെ ഒന്ന് നമ്മൾ എടുത്ത് എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ ഒരു നമ്പറിന്റെ ഒരു വേരിയബിൾ തന്നിട്ടില്ല, ഒരു എന്താണ് കോർഡിനേറ്റ് തന്നിട്ടില്ല, അതിന് പകരം ഒരു വേരിയബിൾ ആണ് തന്നിരിക്കുന്നതെങ്കിൽ കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ കാണാൻ പഠിച്ചേക്കുക. ഇത് സ്പെഷ്യൽ ഒരു ട്രിക്കാണ്. ഓക്കെ ആണോ? മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് പറയാം. ഒന്നുകൂടെ പറയണമെങ്കിൽ ഒന്നുകൂടെ പറയാം, പ്രശ്നമില്ല. ഇത് 3 മാർക്കിന്റെ ചോദ്യം. സെറ്റാണോ? ഓക്കെ ആണോ? ആൻസർ കൊളീനിയർ അല്ലേ ഇത്? കൊളിനിയറാ കുഞ്ഞെ, കൊളിനിയർ ആണ് തന്നിട്ടുണ്ട്. കൊളിനിയർ ആകണമെങ്കിൽ ആ പി എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് വരണം, അതാണ് ചോദ്യം. അപ്പൊ സാർ എപിയും ഏതെങ്കിലും 2 സൈഡ് പ്ലസ് ചെയ്ത് കാണിച്ചാ പോരെ? അപ്പൊ അങ്ങനെ കാണിക്കുമ്പോൾ എത്ര സമയം എടുക്കും? ഒന്ന് ചെയ്ത് കാണിക്കാവോ? അല്ലല്ല, ഇത്ര എഴുതിയാൽ മതിയോ, അല്ല ഇനി ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്യണോ? അല്ല, എന്തിനാ? ഇത് പിയുടെ വാല്യൂ കിട്ടിയില്ലേ? പിയുടെ വാല്യൂ അതായത് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കി, ഇതും കൂടെ എഴുതിക്കോ. ഇഫ് ഇങ്ങനെ കൂടെ എഴുതിക്കോ. ഇഫ് 3 പോയിന്റ്സ് ആർ കൊളിനിയർ then എന്ന് എഴുതിയിട്ട് 2 ഈക്വേഷൻ. ഇതെന്തുകൊണ്ടാണ് ഇത് എടുക്കുന്നതെന്നറിയോ? ആ പിയുടെ വാല്യൂ തന്നിട്ടില്ലല്ലോ. പിയുടെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്താലും എങ്ങനെ പോയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും? എവിടെയും ഒരു കണക്ഷൻ നഷ്ടപ്പെടും. വേണം ചെയ്യാം, പി സ്ക്വയർ കുറച്ച് സമയം എടുക്കും, ചെയ്യാം. പക്ഷെ അതിലും ഭേദം ഈ കൊളിനിയർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ തരുന്നതിനകത്ത് ഏതെങ്കിലും ഒരു നമ്പർ തരാതെ ഒരു വേരിയബിൾ തരുവാണെങ്കിൽ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം എന്നുള്ള കാര്യം ഓർത്താൽ മതി. സർ, ഞാൻ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിച്ചില്ല. ഞാൻ വെച്ചു പി കണ്ടുപിടിച്ചിട്ട് ഇനി കാണിക്കണോന്ന്. എങ്ങനെ കൊളീനിയർ? അതല്ലേ അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് കൊളീനിയർ ആണ് എങ്കിൽ ഈ പി എന്താ? കൊളീനിയർ ആണ് എന്നാൽ പി എന്താ? അത് തന്നെയല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സർ, ലാസ്റ്റ് പാർട്ട് ഒന്ന് കാണിക്കോ? കാണിക്കാല്ലേ. ഓക്കെ സാർ, എഴുതി. നിങ്ങൾക്ക് മറ്റേ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഏതാ? നിങ്ങൾക്കിപ്പം എന്തുവാ 3 പോയിന്റ് കൊളിനിയർ ആണോ തരുക. AB + BC = AC എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചില്ലേലും ഇത് എക്സും വൈയും സെഡും എല്ലാം അതിനകത്തും ഇല്ലേ? അതെടുത്ത് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് = 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്കിപ്പം 3 പോയിന്റ് തരികയാണ്. ഇതുപോലെ ഈ പി ക്ക് വരും 5 തന്നെന്ന് വിചാരിച്ചോ. എന്നിട്ട് അത് കൊളിനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇത് മൊത്തം ഈ ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടിയാൽ മതി. ഈ ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടിയാൽ മതി. അങ്ങനെ ചെയ്യാം. മനസ്സിലായോ? മറ്റേ ക്വസ്റ്റ്യൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യാൻ പോകണ്ട. ഇങ്ങനെ ചെയ്താലും മറക്കാം. ഓക്കെ, ഇത് ഏറ്റവും എളുപ്പമുള്ള ട്രിക്കാണ് കേട്ടോ. എന്നാ ഇങ്ങനെ നിർത്തിയാക്കാം കുഞ്ഞുങ്ങളെ.